ജീസസ് ക്രൈസ്റ്റിൻ്റെ ലൈഫിലൂടെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളിലൂടെയും അദ്ദേഹത്തിൻ്റെ അഡ്വൈസസിലും കൂടെയാണ് ന്യായപ്രമാണം എന്ന് പറയുന്ന അടിമത്വത്തിൽ നിന്ന് ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ളൊരു ജീവിതത്തിലേക്ക് കുറച്ച് ജനങ്ങളെങ്കിലും എത്തപ്പെട്ടത്. സോ ജീസസ് ഈസ് എ വേ എന്ന് പറയാം. ഇത് ആർക്കാണ് ആപ്ലിക്കബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂസിന് വേണ്ടി മാത്രമാണ്. വൈ? ബിക്കോസ് ന്യായപ്രമാണം ജൂസിന് വേണ്ടി മാത്രം കൊടുത്തതാണ്, ഇസ്രായേൽക്ക് മാത്രം കൊടുത്തതാണ്. ന്യായപ്രമാണത്തിൻ്റെ ബോണ്ടേജിൽ കിടക്കുന്നതും ജ്യൂസ് മാത്രമാണ്. ജീസസ് ചെയ്തത് ഈ ന്യായപ്രമാണത്തിൻ്റെ ആ ഹെവിനെസ്സിനെ മാറ്റി ആത്മാവിൻ്റെ ലഘുവായിട്ടുള്ള നിയമവ്യവസ്ഥയിലേക്ക് ജനങ്ങളെ കണക്ട് ചെയ്തിട്ടാണ് ആ ഒരു സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നത്. സോ ഓൾറെഡി ന്യായപ്രമാണത്തിൻ്റെ ബോണ്ടേജിൽ നിന്ന് ജീസസ് ഇസ്രായേൽ ജനങ്ങളെ മോചിപ്പിച്ച് സ്വാതന്ത്ര്യം കൊടുത്തു. പക്ഷേ ഈ ഒരു സത്യത്തെ മറച്ചു വെച്ചിട്ട് ന്യായപ്രമാണം ഇന്ന് സകല മനുഷ്യർക്കും ആപ്ലിക്കബിൾ ആണെന്നുള്ള രീതിയിൽ ക്രിസ്തീയ മതം അതിനെ ഊതി വീർപ്പിച്ച് ജനങ്ങളെ മറ്റൊരു സ്ലേവറിക്കകത്താക്കി വെച്ചേക്കുക. ഫോർ വാട്ട്? ജനങ്ങളെ ഊറ്റി 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 ജീവിക്കാൻ വേണ്ടിയിട്ട്, ജനങ്ങളെ പറ്റിച്ച് അവരുടെ സമയത്തെയും സമ്പത്തിനെയും അപഹരിക്കാൻ വേണ്ടിയിട്ട് ക്രിസ്തീയ മതം ഉണ്ടാക്കി വച്ചിരിക്കുന്ന കപടതയാണ് എല്ലാ മനുഷ്യരും കൽപ്പനകൾക്ക് കീഴെയാണെന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇന്ന് മറ്റൊരു റെസ്ക്യൂവിൻ്റെ ആവശ്യമുണ്ട്. എന്താ ഈ റെസ്ക്യൂ? അന്ന് ജീസസ് ന്യായപ്രമാണം എന്ന് പറയുന്ന അടിമത്വത്തിനകത്ത് കിടന്ന് ഇസ്രായേൽ ജനങ്ങളെ തൻ്റെ ലൈഫ് കൊണ്ട് റെസ്ക്യൂ ചെയ്ത് അവർക്കൊരു ഫ്രീഡം കൊടുത്തതുപോലെ ഇന്ന് ലോകവ്യാപകമായി ക്രിസ്തീയ മതം ജനങ്ങളെ ഈ കൽപ്പനകളുടെ അടിമത്വത്തിനകത്തേക്ക് ആക്കി വച്ചിരിക്കുന്ന ആ ഒരു സ്ലേവറിയിൽ നിന്ന് ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിനകത്തേക്ക് ക്രിസ്ത്യാനികളെ കൊണ്ടുപോകേണ്ടുന്ന ഒരു റെസ്ക്യൂ പ്രോസസ്സ് ഇന്ന് ആവശ്യമാണ്. ആ ഒരു റെസ്ക്യൂ പ്രോസസ്സാണ് ഞാൻ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്ന് ജീസസ് ഈ പ്രോസസ്സ് ചെയ്തപ്പോൾ ജീസസിനെയും ദുരാത്മാവ് ബാധിച്ചവനെന്ന് മതവക്താക്കൾ മുദ്രകുത്തി, അവൻ കള്ളപ്രവാചകനാണെന്ന് മതവക്താക്കൾ മുദ്രകുത്തി, അവസാനം ഇതൊന്നും വില പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ പിടിച്ച് അവനെ ക്രൂശിച്ചു. സോ ഇതേ കാര്യമാണ് ഇന്ന് എന്നെയും സംസാരിക്കാൻ അനുവദിക്കാതെ ഞാൻ കള്ളപ്രവാചകനാണെന്നും അന്തിക്രിസ്തുവാണെന്നും എതിർക്രിസ്തുവാണെന്നും അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഡോക്ടറിൻസിനെ ഒന്നും കേൾക്കരുതെന്നും ജനങ്ങളെ വഴിതെറ്റിക്കുന്ന ഒരു കള്ളപ്രവാചകനാണ് ഫാദർ മനോജ് എന്നുള്ള രീതിയിലാണ് ഇന്ന് ക്രിസ്തീയ മതവും പാസ്റ്റർമാരും അച്ഛന്മാരും പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അന്ന് യേശുവിനെ ചെയ്തതുപോലെ. പക്ഷേ യേശു എന്താ ചെയ്തേ? ഈ അടിമത്വത്തിൽ നിന്ന് ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവന്നു. ഞാനിന്ന് എന്താ ചെയ്യുന്നത്? ഇന്ന് ക്രിസ്തീയ മതം ജനങ്ങളെ കൽപ്പനകളുടെയും ബൈബിളിൻ്റെയും അടിമത്വത്തിനകത്ത് വെച്ചിരിക്കുന്ന ജനങ്ങളെ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുന്ന ശുശ്രൂഷയാണ് ഞാൻ ചെയ്യുന്നത്. സോ ജീസസിൻ്റെ അതേ പാതയിൽ ഞാനും ഇന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്.